നമസ്കാരം. T20 ലോകകപ്പ് നേടിക്കൊടുത്തപ്പോൾ രാജാവ്, വാനോളം പുകഴ്ത്തലുകൾ പിന്നീട്. എന്നാൽ വെറും 3 മത്സരങ്ങളിൽ നിറം മങ്ങിയപ്പോൾ അവഗണന. സഞ്ജു സാംസനെ പോലൊരു നിർഭാഗ്യവാൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം. എന്നാൽ കാലം കരുതി വച്ച കാവ്യനീതി എന്ന പോലെ സഞ്ജുവായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ നിന്ന് പോലും അവഗണിച്ചപ്പോൾ സഞ്ജുവിനായി ക്രിക്കറ്റ് ലോകം ഒരുപോലെ ഉണർന്നു. ഇപ്പോഴിതാ സഞ്ജുവിന് അനുകൂലമായി കാര്യങ്ങൾ വരികയാണ്. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരം ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് സഞ്ജു സാംസണാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ അവഗണിച്ച് ഒരു ടീം പ്രഖ്യാപിച്ചാൽ, അതിൽ ടീം ദയനീയമായി പരാജയപ്പെട്ടാൽ ആരാധകർ ഇളകും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. സഞ്ജു സാംസന്റെ ആരാധകരെ ഇപ്പോൾ ആവേശത്തിലാഴ്ത്തുന്ന ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് വരുന്നത്. ഏറെ നാളത്തെ അനിശ്ചിതങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് അന്തിമ തീരുമാനമായതായാണ് വിവരങ്ങൾ. പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വരാനിരിക്കുന്ന സെപ്റ്റംബറിൽ ഇന്ത്യ ബംഗ്ലാദേശുമായി 3 ഏകദിന മത്സരങ്ങളും 3 T20 മത്സരങ്ങളും അടങ്ങുന്ന പൂർണ്ണമായ ഒരു പരമ്പര തന്നെയാണ് കളിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് നടക്കേണ്ടിയിരുന്ന ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ പരമ്പര താൽക്കാലികമായി നീട്ടിവെച്ചുകൊണ്ടാണ് അതിന് പകരം ബംഗ്ലാദേശ് പര്യടനം നടത്താൻ ഇരു ക്രിക്കറ്റ് ബോർഡുകളും തമ്മിൽ ധാരണയായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച ഈ വാർത്ത വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം സിംബാബ്വെ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് വിശ്രമം അനുവദിക്കപ്പെട്ട സഞ്ജു സാംസന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കൂടുതൽ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും തിരിച്ചു വരാൻ ലഭിക്കുന്ന സുവർണാവസരമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ കളിക്കുമ്പോൾ സഞ്ജുവിന്റെ ബാറ്റിംഗ് ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അത് ഏതൊരു ബൗളറെയും ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന T20 പരമ്പരയിലെ ഇന്ത്യൻ സ്ക്വാഡിൽ നിന്ന് സഞ്ജുവിനെ മാറ്റാൻ സെലക്ടർമാർക്ക് അത്ര എളുപ്പമാകില്ല. ബംഗ്ലാദേശിനെതിരെ കളിച്ച കഴിഞ്ഞ 4 T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നായി 46.66 എന്ന മികച്ച ശരാശരിയിൽ 140 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇതിൽ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു തകർപ്പൻ സെഞ്ചുറി പ്രകടനവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ആ ചരിത്ര മത്സരത്തിൽ ബംഗ്ലാദേശ് ബോളർമാരെ സഞ്ജു നിർദ്ദയം തല്ലി ചതയ്ക്കുകയായിരുന്നു. വെറും 47 പന്തുകളിൽ നിന്ന് 11 ഫോറുകളും 8 കൂറ്റൻ സിക്സറുകളും അടക്കം 236.17 എന്ന ആകാശത്തോളമുള്ള സ്ട്രൈക്ക് റേറ്റിൽ 111 റൺസാണ് സഞ്ജു അന്ന് അടിച്ചു കൂട്ടിയത്. ആ ഇന്നിംഗ്സിലെ ഒരു ഓവറിൽ തുടർച്ചയായി 5 സിക്സറുകൾ പായിച്ച ബംഗ്ലാദേശ് സ്പിന്നർ റിഷാദ് ഹുസൈനോട് സഞ്ജു കലിപ്പടക്കിയതും ക്രിക്കറ്റ് ലോകം അത്ര പെട്ടെന്ന് മറക്കില്ല. വീണ്ടും ഒരു ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് കളമൊരുങ്ങുമ്പോൾ സമീപകാലത്തെ ചില മോശം പ്രകടനങ്ങളുടെ നിരാശ മാറ്റാനും തന്റെ യഥാർത്ഥ ബാറ്റിംഗ് കരുത്ത് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കാനുമുള്ള വലിയൊരു വാതിലാണ് സഞ്ജുവിന് മുന്നിൽ തുറക്കുന്നത്. നിലവിലെ ഇന്ത്യൻ ടീമിന്റെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് T20 പരമ്പരയ്ക്ക് ശേഷം സഞ്ജു സാംസൺ ഇപ്പോൾ സജീവ ക്രിക്കറ്റിൽ നിന്ന് മാറി വിശ്രമത്തിലാണ്. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം IPL-ഉം തുടർന്ന് അയർലൻഡ് ഇംഗ്ലണ്ട് പരമ്പരകളും കളിച്ച് കഠിനമായ ഷെഡ്യൂളിലൂടെ കടന്നുപോയ ശേഷമാണ് താരം നാട്ടിലേക്ക് മടങ്ങിയത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തവണത്തെ കേരള ക്രിക്കറ്റ് ലീഗ് T20 ടൂർണമെന്റിലും സഞ്ജു പങ്കെടുക്കാതിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായുള്ള കടുത്ത മുന്നൊരുക്കങ്ങളിലേക്കാകും സഞ്ജു പ്രവേശിക്കുക. നിലവിൽ ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. അതേസമയം സിംബാബ്വെക്കെതിരായ വരാനിരിക്കുന്ന T20 പരമ്പരയിൽ സഞ്ജു കളത്തിലെത്താത്തതിനാൽ യുവതാരം വൈഭവ് സൂര്യവംശിയാകും ടീമിൽ ഓപ്പണറുടെ വേഷം കെട്ടുക. ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച വൈഭവിന് തന്റെ ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിക്കാത്ത പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. മാത്രമല്ല വിമർശകരെല്ലാം തന്നെ വൈഭവിനെതിരെ തിരിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വൈഭവന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും സമ്മർദ്ദമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത്. വൈഭവന്റെ ക്രിക്കറ്റ് കരിയറിനെ സംബന്ധിച്ച ഈ സിംബാബ്വെ പര്യടനം വളരെ നിർണായകവുമായിരിക്കും. സിംബാബ്വെ ക്രിക്കറ്റിൽ അത്ര വലിയ വമ്പന്മാരല്ല എങ്കിലും സ്വന്തം മണ്ണിൽ ഏത് വമ്പൻ ടീമിനെയും അട്ടിമറിക്കാനുള്ള പോരാട്ട വീര്യം ഇപ്പോൾ അവർക്കുണ്ട്. മാത്രമല്ല അയർലൻഡിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കിയതുമാണ് എന്ന കാര്യവും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ യുവതാരം വൈഭവിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. സഞ്ജുവിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷൻ ഗ്ലൗസ് അണിയുമ്പോൾ ബാക്കപ്പ് കീപ്പറുടെ റോളിലേക്ക് യുവതാരം പ്രഭ് സിമ്രാൻ സിംഗും എത്തുകയാണ്. മുൻപ് പലപ്പോഴും സഞ്ജു സാംസനെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തഴങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ BCCIക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും കഠിനാധ്വാനത്തിലൂടെയും തകർപ്പൻ പ്രകടനങ്ങളിലൂടെയും സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ടീം ഇന്ത്യയെ സംബന്ധിച്ചും ഈ വരാനിരിക്കുന്ന മത്സരങ്ങൾ അഭിമാന പ്രശ്നം കൂടിയാണ്. സമീപകാലത്ത് 2020 ക്രിക്കറ്റിൽ വളരെ നിരാശാജനകമായ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കളിച്ച അവസാന 7 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 6ലും ഇന്ത്യ പരാജയപ്പെട്ടു. മാത്രമല്ല ഇതിലൊരു മത്സരം സമനിലയിലാണ് കലാശിച്ചത്. ചുരുക്കി പറഞ്ഞാൽ 7 മത്സരങ്ങളിലായി ജയം കാണാതെ നിൽക്കുകയാണ് ഇന്ത്യ. ശ്രേയസ് അയ്യർ ഇന്ത്യൻ നായക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ടീമിന് ഒറ്റ മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന വലിയൊരു കാര്യമാണ്. മാത്രമല്ല അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും T20 പരമ്പരകളിൽ സമ്പൂർണ്ണ തോൽവി
ഏറ്റുവാങ്ങിയ ഇന്ത്യക്ക് വരാനിരിക്കുന്ന സിംബാബ്വെ ബംഗ്ലാദേശ് പരമ്പരകളിൽ വലിയ മാർജിനിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കി തങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.